നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. 4 മണിക്കൂർ നീണ്ട വാദത്തിനൊടുവിലാണ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ കേസ് വിധി പറയുന്നതിനായി മാറ്റിയത്. കേജ്രിവാളിനു വേണ്ടി മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗ്വിയും വിക്രം ചൌധരിയും ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവും ഹാജരായിരുന്നു. ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ സിംഗിൾ ബെഞ്ചാണ് കേജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ വാദം കേട്ടത്. നേരത്തെ മാർച്ച് 27 ഡൽഹി ഹൈക്കോടതി കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. അന്ന് ഇഡിയുടെ മറുപടി തേടിയ കോടതി കേസ് അന്തിമവാദത്തിനായി മാറ്റുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയും വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഹാജരായത്. അധിക്ഷേപിക്കാനും അശക്തരാക്കുവാനുമാണ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇഡി തിടുക്കത്തിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ന് അഭിഭാഷക മനോജ് സിംഗ്വി പറഞ്ഞിരുന്നു. വിചാരണ കോടതിയിൽ കസ്റ്റഡിയിൽ വിടുന്നതിനെ എതിർക്കാതിരുന്നതിലൂടെ അറസ്റ്റിനെ ചോദ്യം ചെയ്യാനുള്ള കേജ്രിവാളിന്റെ അവകാശം നഷ്ടപ്പെട്ടു എന്ന ഇഡിയുടെ വാദം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് എന്ന് സിംഗ്വി പറഞ്ഞു. എന്നാൽ ഡൽഹി മദ്യനയ രൂപീകരണത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കണമെന്നും അഴിമതി നടത്തിയതും അതിന്റെ ഗുണഭോക്താക്കളായതും ആം ആദ്മി പാർട്ടിയാണെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു വാദിച്ചു. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ കൂടിയായ കെജ്രിവാൾ ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുകയായിരുന്നു. അതിനാൽ തന്നെ പാർട്ടിയുടെ ചെയ്തികളുടെ എല്ലാം ഉത്തരവാദിത്വം കെജ്രിവാളിനുണ്ട്. ആം ആദ്മി പാർട്ടി നടത്തിയ അഴിമതിയുടെ ഉത്തരവാദിത്വവും കേജ്രിവാളിനുണ്ട് എന്നുമാണ് SV രാജു ചൂണ്ടിക്കാണിച്ചത്. അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുമാണ് മനു അഭിഷേക് സിംഗ്വി പറഞ്ഞത്. മതിയായ അന്വേഷണം നടത്താതെയും തെളിവുകൾ ഇല്ലാതെയുമാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നും റിമാൻഡ് അപേക്ഷയിൽ നിന്ന് ഇഡി പറയുന്നതിൽ തന്നെ വ്യക്തമാണെന്നും അഭിഭാഷകൻ വാദിച്ചു. മാർച്ച് 21 അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വസതിയിലെത്തി മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ്. അറസ്റ്റിനെതിരെ അന്ന് കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ഹർജി പരിഗണിച്ചില്ല. പിന്നീട് CBI പ്രത്യേക കോടതിയാണ് 28 വരെ കേജ്രിവാളിനെ ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടത്. പിന്നീട് ഡൽഹി റോസ് അവന്യൂ കോടതി കസ്റ്റഡി കാലാവധി ഏപ്രിൽ 1 വരെ നീട്ടുകയായിരുന്നു. കസ്റ്റഡിയിലിരുന്ന ഭരണം നടത്തുമെന്ന കേജ്രിവാളിന്റെ പ്രഖ്യാപനവും വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഇഡി കസ്റ്റഡിയിലുള്ള കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പൊതുതാൽപര്യ ഹർജി ഇതിനിടെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇഡിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെ ഏപ്രിൽ 1 അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റി. ഏപ്രിൽ 15 വരെയാണ് അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി. ഇതിന്റെ ഭാഗമായി അദ്ദേഹം തീഹാർ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഭഗവത്ഗീതയും രാമായണവും ഉൾപ്പെടെ 3 പുസ്തകങ്ങൾ കൈവശം വയ്ക്കാനും വീട്ടിൽ നിന്നുള്ള ഭക്ഷണം ലഭ്യമാക്കാനും കോടതി കേജ്രിവാളിന് അനുവാദം നൽകുകയും ചെയ്തിരുന്നു. 4 മണിക്കൂറാണ് ഇന്ന് കോടതിയിൽ വാദം നീണ്ടുപോയത്. വാദത്തിനിടെ സൈനിക വാഹനങ്ങൾ തകർത്ത ഒരു ഭീകരൻ തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുന്നത് പോലെയായിരുന്നു എന്നാണ് ഇഡി അഭിഭാഷകൻ കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഹർജിയെ ഉപമിച്ചത്. എന്നാൽ ഇത്തരം ഉപമകൾ തികച്ചും അനുചിതമാണ് എന്ന മറുപടി വാദത്തിനിടെ കേജ്രിവാളിന്റെ അഭിഭാഷകൻ പറഞ്ഞു. അയാൾ മുഖ്യമന്ത്രിയായാൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്തിനിടെ വാഹനം ബോംബ് വെച്ച് തകർത്താൽ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. പക്ഷേ ഈ കേസിൽ സാഹചര്യം വ്യത്യസ്തമാണെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ആം ആദ്മി പാർട്ടിയെ തകർക്കുവാനുള്ള നീക്കം കൂടിയാണെന്നും കേജ്രിവാളിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയവും അതാണ് വ്യക്തമാക്കുന്നത്. കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യം നോട്ടീസ് നൽകിയത് 2023 ഒക്ടോബർ 30 9ാമത്തെ തവണ നോട്ടീസ് നൽകിയത് കഴിഞ്ഞ മാർച്ച് 16 ഈ 6 മാസക്കാലത്തിനിടയ്ക്ക് ഒന്നും തന്നെ അറസ്റ്റ് നടന്നിട്ടില്ല. തെളിവുകളോ സാക്ഷിമൊഴികളോ ഉണ്ടായിട്ടില്ല. അറസ്റ്റ് നടക്കുന്നതിനിടെ വീട്ടിൽ വെച്ചും ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇഡിയുടെ നോട്ടീസുകൾ അവഗണിച്ചുവെന്ന ആരോപണം മുൻവിധിയോടുകൂടിയുള്ളതാണ്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രം മാത്രമാണിതെന്നും സിംഗ്വി പറയുകയാണ്. എന്തായാലും കേജ്രിവാളിനി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാവി എന്ന് നമുക്കിനി അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വിധി പറയാനായി എന്തായാലും കോടതി മാറ്റിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കൂടി കണ്ടറിയേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ.